വാൽമീകിയുടെ പൂർവകഥ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിന്നാമമഹിമയാൽ ബ്രഹ്മാമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമരീയാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നുമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടു അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകഥാ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചൊന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാനമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജന ഘോര മഹാവനെ ദുഷ്ടസംഭ്രമ എന്നോടരുൾ ചെയ്തു. തിഷ്ട തിഷ്ട ത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറയുന്നു. തുഷ്ട്യാമുനീവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനോമവർകളോടിഷ്ടം മതീയം പറഞ്ഞീ നിർവാത്മജാം. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രപ്രപീഡിതാന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനോ ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനീവരന്മാരതു കേട്ടുടനെന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നുമൽ പുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ യൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതീൻ ഉത്തരമായവരെന്നോടു ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചോരോ തരം. താപസന്മാർ നിന്നുരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതൻ നന്ദകരണവും. ധനുഷ്യരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നേ കരുണാത്മന രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത. രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത പതിതം പാദാന്തികെ ദൃഷ്ട്വാ മുനീവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. സദ്യ ഫലം വരും സജ്ജനാ സംഗമ ജിജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശ എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതപോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാതമാനാമിവൻ
ദിവ്യജനത്താലുപേക്ഷനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോഭിവാം മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന ഇത്തമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യം അരാമരേത്യേവ്യം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവം പുന ഇങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യ പതാകമിച്ചിടിനാർ നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതോ മുറ്റം മറഞ്ഞു ചമഞ്ഞിതോ ബാഹ്യവും താപസേന്ദ്രന്മാരുമെഴുന്നിള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശൂനാകൂധരാൽ വാൽമീകമധ്യതോ നിന്നു ജനിക്കയാലം മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ വാൽമീകിയാ മുനി ശ്രേഷ്ഠൻ ഭവാൻ ബഹോ ആത്മനായ വേദിയായി ബ്രഹ്മജ്ഞാനാഖനീ എന്നരുൾ ചെയ്തെഴുന്നെള്ളി മുനികളോ മന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൽ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാചലനിധേ രാജീവലോചനം രാമദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണി നിപുണ ത്രിദശ കുലപദേ സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിക്ഷ്യ പരിവൃതനാമുനി ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തു മാമുനി തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറു മക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചെവിടെ ഇരിക്കുന്നരുൾ ചെയ്തു മന്മഥ തുല്യൻ ജനകജൻ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരു വീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥ ചരമം. മന്ത്രിവരനാം സുമീന്ദ്രരുമേറിയോരന്തശുചാ ചെന്നയോധ്യ പൂക്കീടിനാൻ വസ്ത്രേണ വക്ത്രവുമാച്ഛാദ്യ കണ്ണുനീരർത്തിത്തമിറ്റിറ്റു വീണും തുടച്ചു മാത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗരാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടു മേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായതി പാപിയാമെന്നുടെ ചൊല്ലുവാനെന്തൊന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഹാ രാമ ഹാ ഗുണവാരിദേ ലക്ഷ്മണ വാരിജലോചനെ ബാലേ മിഥിലചേ
ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമസീത സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാഖ്യപുരാസവീതെ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ. കണ്ടു തൊഴുതിതു ശൃംഗവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണമെന്നുടെ താതനോടമ്പല. അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമായോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു. ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതിൻ. ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൻ, അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗതം. ശുശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണി കരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോള ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യ ആലംബമന്ദം നിവർത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കയ്യേയിക്കു രാജ്യമോ. തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതീനി പാപി എന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ ദേവനം ചെയ്വതീനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിയിലൊരു കൊള്ളി വയ്ക്കുന്നതു പോലെ പുണ്യമില്ലാതെ മാം ഖേദിക്കയായി ഖനീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രൗഷരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയ വിവശനായി. വാഹിനി തീരെ വനാന്തരം മാനസ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി. ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധൗ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു. കുമ്പി തുമ്പിക്കയ്യിൽ അംബോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം. സന്ധായ ചാപേ ദൃഢമയ ചീടിനേൻ. ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹതോസ്മ്യഹം. ഹാ ഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല. കേനവാഹന്ത കദോഹം വിധേവൃത. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി അസ്ത്രനായി തത്ര ചെന്നത്തലോടും തഥാ. താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനീസുതനോടു ഞാൻ.
സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപാരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായാനി തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു, ബാണമെയ്തേനതി പാപിയായൊരു ഞാൻ, പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ, കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ, ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ, ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു, നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു, ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ, ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ, നിന്നെയും ഭസ്മമാക്കിയിടുമറിയുക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും, ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നതു കേട്ടു ശോധരണം ചെയ്തു, പിന്നെ സജലം കലശവും കൈക്കൊണ്ടു, ദമ്പതിമാരിയ്ക്കുന്ന വീടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേർപെട്ടു, അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ, വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും, മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാമതി, സ്വസ്ഥനായി വന്നിതോ നീ കുമാരാഭലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ, മൽപാദവിന്യാസജധ്വനി കേൾക്കായി. കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു, താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന, വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപദം, ഭക്ത്യ നമസ്കരിച്ചെത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം, പുത്രനല്ലലോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗവനാന്തേ മൃഗയാ വിവശനായി, ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്നു, പാർത്തിരുന്നേൻ നദീ തീരെ മൃഗാശയ. കുംഭത്തിൽ നീരകം പൂക്ക ശബ്ദം കേട്ടു, കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാ. അമ്പയച്ചേനറിയാതെ യദുംബലാൽ, പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര നീടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനുമെന്നോടു ചൊല്ലിടിനാൻ, കർമ്മമത്രേ മമ വന്നിതു തവ, ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കു, പർണശാലാന്തേ വിഷ്ണുദാഹത്തോടും, എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി, ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയെ മറ്റില്ല, പാപിയായൊരടി എന്നാവലംബനം. ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാൻ. പുത്രനെ വീടെ കിടക്കുന്നിതു ഭവാൻ, തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മേ എടുത്തതി, ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും,
പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ, നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം, പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധ തപോധനൻ അന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു, താപസവാക്യമാ സത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു, പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ ഹാ ഗുണാംബുദേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കും സുരാലയം. ഭരതാഗമനം. ദുഃഖിച്ചു രാജനാരീ ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി ധാടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളോടു മുഴറി സസംഭ്രമ അന്തപുരമകം പൂക്കരുളി ചെയ്തു. തൈലമയ ദ്രോണി തന്നിലാകൂധര, പാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയാ രാജ്യമകം പൂക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിധൃതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ. സത്വരം കേകയാ രാജമകം പുക്കു നത്വായുധാജിത്തിനോടു ചൊല്ലിടിനാർ. കേൾക്കാ നൃപേന്ദ്ര, വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യയ്ക്കയക്കെന്നു. ദൂതവാക്യം കേട്ടു കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ. കാലെ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടും അയോധ്യാപുരിപ്പുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്പാദവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജമന്ദിതം. തേജോവിഹീനമകം പൂക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണാവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉത്തായ ഗാഠമാലിംഗമടിയിൽ വച്ചുത്തമാങ്കേ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃമാതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസ്യ ഞാൻ, താതനെ പണ്ടു കണ്ടിലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകെന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ.
തൊൽപിതാവെന്നു കേട്ടോരു ഭരതനും ക്ഷോണീതലേ ദുഃഖ വിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ഭരതവിലാപം. ഹാ താത ദുഃഖ സമുദ്രേ നിമജ്ജമാ ഏതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടയോരിനി ദൈവമേ. പുത്രനീ വണ്ണം കരയുന്ന നേര മുദ്ധ്യാഭ്യ കൈകേകി കണ്ണുനീരന്തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫല ഈശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിയുക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദ പരവശ ചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനക സുതേരി പുനഃ രാധുരനായി വിലാപിച്ചു മരിച്ചിരു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയുമരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമനഭിഷേകമാരംഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകെന്നു മറ്റേതും. ഭൂമിപൻ തന്നോടിതു കാലമർത്തിച്ചേൻ സത്യപരായണനായ നരപതി. പൃഥ്വിതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായ അയച്ചിടിനാൻ. ജാനകി ദേവി പാതിവൃത്യമാലംബ അത്ര സമം ഗമിച്ചിടിനാളാശു. സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലാപിച്ചു ഖേദേന രാമ രാമേതി ദേവാലയം പൂക്കാനറിയുകെന്നു മാതൃവാക്യം കേട്ടു. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയിയോ ആഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴ്ക ചാപല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെ ആദി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രഭേ നിർദ്ധയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പ നല്ലായിലോ. കാളകൂടം കുടിച്ചിടുവാനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവാനില്ലൊരു സംശയം. ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുമിതു മൂലം ഇത്തരം മാതരം ഭർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പൂക്കാൻ. പാദേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണിനീരോടും മെലിഞ്ഞ ദീനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനോ മനോജാതനും സീതയും ശ്രീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചതെന്നെയും
ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർന്നുദയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ, നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും. ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും, ഉൾക്കാമ്പിലോർത്താൽ വിധി ഫലമാം തുലാം. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാപരേതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുര മാനസയായി ഇതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവ രാജ്യാഭിഷേകം മുടക്കിനാൾ കൈകേയിയാക്കിയ മാതാവു മാതാവേ. ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ്, ഞാൻ അറിഞ്ഞിത്രേയതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠ മുനിയെയും ധർമ്മതാരങ്ങളരുന്ധതി തന്നെയും ഗഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവു ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഢം ഗാഢ ഉത്തമാങ്കേ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. അക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടു അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും.